ഹായ്. മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? കംപ്ലീറ്റ് ഈ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ എന്തൊക്കെ ടെക്നോളജീസ് അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി നോക്കി അല്ലെ. ഓരോ യൂണിറ്റ് വൈസ് ഏതൊക്കെ ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് കിട്ടി. ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് യൂണിറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇൻട്രൊഡക്ഷൻ ടു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി എന്താണ്, കമ്മ്യൂണിക്കേഷനിൽ വന്ന ചേഞ്ചസും കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഹാസ് ബിക്കം ഫാസ്റ്റർ, ചീപ്പർ ആൻഡ് മോർ എഫിഷ്യന്റ് ഓവർ ടൈം. ടൈം മാറുന്നതിനനുസരിച്ച് നമ്മളെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റ് ആണ്, ചീപ്പാണ് ആൻഡ് മോർ എഫിഷ്യന്റ് ആണ്. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ചെറിയ കാലയളവിൽ തന്നെ മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ വന്നിട്ടുള്ളത്. In past, communication was not mobile. People had to stay near wired device to make calls. നമ്മൾ പണ്ട് കാലത്ത് ഒരാളെ കോൾ ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മള് വീട്ടിലെ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ സിറ്റിംഗ് ഹാളിലോ എങ്ങാനായിരിക്കും നമ്മൾ ടെലിഫോൺ അല്ലെ, ടെലിഫോൺ അല്ലായിരുന്നു പണ്ട്, ടെലിഫോൺ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് വേണം കോൾ ചെയ്യാൻ. ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വേണം അറ്റൻഡ് ചെയ്യാൻ. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? നമുക്ക് കിച്ചണിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ബെഡ്റൂംസിൽ യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈവൻ ട്രാവൽ ചെയ്യുമ്പോൾ വരെ നമുക്ക് എന്ത് ചെയ്യാം? ഫോൺസ് യൂസ് ചെയ്യാം അല്ലെ, ഒരാളെ കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരുന്നു. Today, communication is highly flexible and can be done using smartphones, smart watches and voice command. ഇന്ന് നമുക്ക് സ്മാർട്ട് ഫോണുകൾ ഉണ്ട്, അതേപോലെ സ്മാർട്ട് വാച്ച്. സ്മാർട്ട് ഫോണുകളെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സ്മാർട്ട് വാച്ചസ് ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റും. കോൾ ചെയ്യാനും മെസ്സേജ് അയക്കാനും ഒക്കെ ഇപ്പം സ്മാർട്ട് വാച്ചസിലും പോസിബിൾ ആണ്. ഇപ്പൊ കുറച്ചും കൂടെ കാലം മാറുന്നതിനനുസരിച്ച് എന്താണ്, ഈ ഒരു എഫിഷ്യന്റ് ആവാണ് കൂടുതൽ. കമ്മ്യൂണിക്കേഷൻ യൂസർ ഫ്രണ്ട്ലി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തത്ര രീതിയിലുള്ള ഒരു പ്രോഗ്രസ് ഈ ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ വരും എന്നുള്ളത് നമുക്ക് ഷുവർ ആയിട്ടും പറയാം അല്ലെ. ഇനി ഫ്യൂച്ചർ ഒരു 10 years ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാറ്റം അല്ലെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് യൂണിറ്റിൽ നമ്മൾ വേരിയസ് ഡെവലപ്മെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്, ഇത്രയും കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ചേഞ്ചസ്, അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജീസിനെ കുറിച്ചാണ് നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ മൊബിലിറ്റി ആൻഡ് കണക്ഷൻ ടൈപ്പ്. കണക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇപ്പൊ വയേർഡ് കണക്ഷനോ വയർലെസ് കണക്ഷനോ ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ദെൻ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു മൂവിനെയാണ് മൊബിലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ നമുക്കത് മൊബൈലബിൾ അല്ലെ മൊബിലിറ്റി ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ കണക്ഷൻ ടൈപ്പിനെയും മൊബിലിറ്റിന്റെയും ബേസിസിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ മെയിൻലി 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിക്സഡ് ആൻഡ് വയേർഡ്. ഫിക്സഡ് ആൻഡ് വയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. നമ്മളെ കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയാണ്? ഡെസ്ക് ടോപ്പ് എന്നുള്ള നെയിം വന്നത് തന്നെ എന്താ? അത് ഡെസ്ക് ടോപ്പില് ഫിക്സ്ഡ് ആണ് അല്ലെ. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ തന്നെ അത് കണക്റ്റഡും ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ഹെവി അല്ലേ. അതേപോലെ നമ്മൾ ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആകുമ്പോൾ അതിന് മോണിറ്റർ ഉണ്ടാവും, CPU ഉണ്ടാവും, കീബോർഡ് ഉണ്ടാവും, ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള വയർ ഉണ്ടാവും. പോരാത്തതിന് ഇലക്ട്രിസിറ്റി ഇതിലേക്ക് പാസ് ചെയ്യാനുള്ള പ്ലഗ് ഇൻ വയേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അത് എന്താണ്? അതെന്ന് പറയുന്നത് ഫിക്സഡ് ആൻഡ് വയേർഡ് ടൈപ്പിലാണ്. ഫിക്സഡും ആണ്, അതേപോലെ തന്നെ അത് വയേർഡും ആണ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് മൊബൈൽ ആൻഡ് വയേർഡ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, മൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ മൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ വയേർഡ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ലാപ്ടോപ്പ്. പക്ഷെ ഇന്നത്തെ ലാപ്ടോപ്സ് നിങ്ങൾ അത് വെച്ച് കമ്പയർ ചെയ്യരുത്. കാരണം ഇന്നത്തെ ലാപ്ടോപ്സ് എന്താ, നമുക്ക് വൈഫൈ യൂസ് ചെയ്തിട്ടൊക്കെ ഇന്റർനെറ്റ് എടുക്കാം. എന്നാൽ കുറച്ച് മുന്നേ ഒരു 5 years ബാക്ക്, 5 years 10 years ബാക്ക് നമുക്ക് എങ്ങനെയായിരുന്നു? ലാപ്ടോപ്പ് ഉണ്ടാവും. ലാപ്ടോപ്പിൽ ഇന്റർനെറ്റ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത് ഒരു വയേർഡ് കണക്ഷനിലൂടെ ആയിരുന്നു. ഓക്കെ, അപ്പൊ വയേർഡ് കണക്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നെറ്റ്വർക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഇതിനെ മാറ്റാൻ സിമ്പിൾ ആയിരുന്നു ലാപ്ടോപ്പ് ആയതുകൊണ്ട്. അത്തരം കേസസ് ആണ്
മൊബൈൽ ആൻഡ് വയർഡ്, മൂവ് ചെയ്യാൻ പറ്റും പക്ഷെ വയർഡ് ആണ്. ദെൻ തേർഡ് ആണ് ഫിക്സഡ് ആൻഡ് വയർലെസ്. ഫിക്സഡ് ആണ്, ദെൻ വയർലെസ്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു മ്യൂസിയം, പഴയ ഒരു മ്യൂസിയമോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസോ ആയിരിക്കട്ടെ, അവിടെ ഉള്ള ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു ഡെസ്ക് ടോപ്പ് അത് ഫിക്സഡ് ആണ്. പക്ഷെ നമുക്ക് നെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ വൈഫൈ യൂസ് ചെയ്യുന്നു. അപ്പോൾ വൈഫൈ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണക്ഷൻ ഫിക്സഡ് ആൻഡ് വയേർഡ് ആവുന്ന സമയത്ത് നമുക്ക് എന്താണ് നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്താണ് ഡ്രില്ലൊക്കെ ചെയ്ത്, ഇപ്പൊ പഴയ ഒരു കെട്ടിടം ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആവുന്ന സമയത്ത് അവിടെ ഡ്രില്ലിംഗ് ഒന്നും നോട്ട് പോസിബിൾ, കാരണം അത് ഡാമേജ് വരുത്തും അവിടെ. അങ്ങനത്തെ കേസസിൽ നമുക്ക് എന്താ വയർലെസ് ആയിട്ടുള്ള നെറ്റ്വർക്ക് യൂസ് ചെയ്യാം, പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് അവിടെ ഫിക്സഡ് ആണ്. അത്തരം ടൈപ്പാണ് ഫിക്സഡ് ആൻഡ് വയർലെസ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ടൈപ്പാണ് മൊബൈൽ ആൻഡ് വയർലെസ്. മൊബൈൽ ആൻഡ് വയർലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്സും സ്മാർട്ട് ഫോൺസും അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് GSM. GSM മീൻസ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫോണും GSM ബേസ്ഡ് ആണ്. നമുക്ക് ഫുള്ളി പോർട്ടബിൾ ആണ്. അതേപോലെ ഏത് സ്ഥലത്തുനിന്ന് വേണമെങ്കിലും നമുക്ക് നെറ്റ്വർക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഷോപ്പിംഗ് മോൾ ആണെങ്കിൽ അവിടുത്തെ വൈഫൈ യൂസ് ചെയ്യാം, സിനിമ തിയേറ്റർ ആണെങ്കിൽ അവിടുത്തെ വൈഫൈ യൂസ് ചെയ്യാം, വീട്ടിലാണെങ്കിൽ നമ്മളെ വീട്ടിലെ വൈഫൈ യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്താ ഡിവൈസും മൂവ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് വയർലെസ് ആയിട്ടുള്ള കണക്ഷൻസും ആണുള്ളത്. ഇപ്പൊ ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് മൊബിലിറ്റിന്റെയും അതേപോലെ കണക്ടിവിറ്റിന്റെയും ബേസിസിൽ 4 ടൈപ്സ് ആണ്. ഈ 4 ടൈപ്സ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ഒരു യൂണിറ്റ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, എന്തൊക്കെ കാര്യം നമ്മൾ കവർ ചെയ്യുന്നുള്ള നോക്കാം. അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് ആൻഡ് ഹൗ ഇറ്റ് വർക്ക് ആൻഡ് ദി വേരിയസ് ഫീച്ചർ ഓഫ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്. എന്താണ് ഒരു മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്നുള്ളത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് മൊബൈൽ കമ്പ്യൂട്ടിങ്ങിനുള്ളതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആവും. അതേപോലെ എന്താണ് മൾട്ടിപ്ലെക്സിംഗ് ടെക്നോളജീസ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്, അതായത് ഗുണങ്ങൾ എന്തൊക്കെ, അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ സ്ഥലത്താണ് അത് അപ്ലൈ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് GSM. GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺസ് ഒക്കെ GSM വഴിയാണ്. അതായത് GSM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊബൈലും ആണ്, അതേപോലെ വയർലെസ്സും ആണ്. ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഇപ്പൊ ഞാൻ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയിട്ട് ഒരു വീഡിയോ കോൾ ചെയ്തുകൊണ്ട് അങ്ങനെ പോവാണ്. അപ്പൊ പോകുന്ന സമയത്ത് മലപ്പുറം എത്തിയാലും എനിക്ക് ആ കോള് കട്ടാവുന്നില്ല, കാരണം അടുത്തടുത്തുള്ള ടവറിനനുസരിച്ച് നമ്മളുടെ ഫോണിന്റെ ഡീറ്റെയിൽസും ഡാറ്റ ഡീറ്റെയിൽസും അടുത്ത ടവറിലേക്ക് അത് പാസ് ആവാണ്. അതിനെ പറയുന്ന പേരാണ് ഹാൻഡ് ഓവർ എന്നുള്ളത്. ഓക്കെ, നമ്മളൊരു സാധനം ഹാൻഡ് ഓവർ ചെയ്യുന്ന പോലെ ടവർ ടു ടവർ എന്ത് ചെയ്യാണ്, നമ്മളെ ഡാറ്റ പാസ് ആവുന്നതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ആ ഒരു കണക്ടിവിറ്റി ഒരു ഡിസ്റ്റർബൻസും സംഭവിക്കാതെ അങ്ങനെ പോവാണ്. ആ ഒരു സിസ്റ്റം ആണ് GSM. ഓക്കെ, അതെന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ദെൻ GPRS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസസ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്. ദെൻ 3G 4G എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജസ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ LTE ആൻഡ് WiMAX. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് 1.2 ഫസ്റ്റിലുള്ളതാണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ്. എന്താണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്നുള്ളത്? മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ദ ഇൻഫ്രാസ്ട്രക്ചർ നീഡഡ് ഫോർ smooth and reliable communication. This infrastructure include protocols, services, bandwidth, and portal. Mobile communication mainly used radio waves because the transmission medium is wireless. അല്ലെ, അപ്പൊ നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ വഴി കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങൾ, അതായത് അതിന് വേണ്ട പ്രോട്ടോകോൾസ്, അതിന് വേണ്ട സർവീസസ്, അതിന് വേണ്ട ബാൻഡ് വിഡ്ത്ത്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്.
മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് സർവീസസ്, പ്രോട്ടോകോൾസ്, ബാൻഡ് വിഡ്ത്ത്, പോർട്ടൽസ്, ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നതിനെയാണ്, ആ ഒരു ടെക്നോളജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സ് വെച്ചിട്ടാണ്. കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നമ്മൾ റേഡിയോ വേവ്സ് വെച്ചിട്ടാണ്. അത് 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 യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? അത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വയർലെസ് വഴിയാണ്. നമ്മൾ വയർഡ് ആയിട്ടല്ലല്ലോ ഇപ്പൊ യൂസ് ചെയ്യുന്നത്. സിഗ്നൽസ് ആർ സെൻഡ് ത്രൂ ദ എയർ ആൻഡ് റിസീവ് ബൈ ദ ഡിവൈസ് ദാറ്റ് സപ്പോർട്ട് ദ സെയിം സിഗ്നൽ ടൈപ്പ്. അപ്പൊ നമ്മൾ സിഗ്നൽ ടൈപ്പിനനുസരിച്ച് നമ്മൾ എയർ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, സിഗ്നൽസ് എല്ലാം സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ബേസിക്കലി 2 ടൈപ്സിൽ പറയാം, യൂസർ മൊബിലിറ്റിയും അതേപോലെ ഡിവൈസ് മൊബിലിറ്റിയും. യൂസർ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൊബൈൽ യൂസർ ഇസ് എ പേഴ്സൺ ഹു ക്യാൻ ആക്സസ് ദ സെയിം ഓർ സിമിലർ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഫ്രം ഡിഫറെന്റ് ലൊക്കേഷൻ. അതായത് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു സ്റ്റുഡന്റിന്റെ മെയിൽ ID യൂസ് ചെയ്ത് ആ ആള് വീട്ടിൽ നിന്ന് യൂസ് ചെയ്തു. ആ സെയിം മെയിൽ അയക്കാൻ വേണ്ടി അവര് കമ്പ്യൂട്ടർ ലാബിലെ സിസ്റ്റത്തിൽ നിന്ന് യൂസ് ചെയ്യുന്നു. നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സെയിം കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആണ്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് വീട്ടിൽ നിന്നാണ്, ഒന്ന് കോളേജിൽ നിന്നാണ്, അല്ലെ, കോളേജിലെ കമ്പ്യൂട്ടർ ലാബിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഡിഫറെന്റ് ലൊക്കേഷൻ ആണ്, പക്ഷെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സർവീസസ് സെയിം ആണ്. അതിന് പറയുന്നതാണ് യൂസർ മൊബിലിറ്റി. Okay, user can move across different places, networks and device and application without losing services. ആ സർവീസസ് നമ്മൾ മുടങ്ങുന്നില്ല. വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ വീട്ടിലെ വൈഫൈ, കോളേജിൽ നിന്നാണെങ്കിൽ നമ്മൾ കോളേജിലെ വൈഫൈ ആണ് യൂസ് ചെയ്യുന്നത്. ലൊക്കേഷൻസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക്സും ഡിവൈസസ് എല്ലാം ഒന്ന് ഫോണിലാണെങ്കിൽ ഒന്ന് നമ്മൾ ലാപ്പിലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലാണ് യൂസ് ചെയ്യുന്നത്. ഡിവൈസും എല്ലാം ഡിഫറെന്റ് ആണ്. പക്ഷേ എന്താണ്, ആ ഒരു സർവീസസിന് നമുക്ക് ഒരു എഫക്റ്റും ഉണ്ടാവുന്നില്ല, അല്ലെ, നമുക്ക് സ്മൂത്ത് ആയിട്ട് ആ ഒരു സർവീസസ് നടക്കുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് യൂസർ മൊബിലിറ്റി. ദെൻ എന്താണ് ഡിവൈസ് മൊബിലിറ്റി എന്നുള്ളത് നോക്കാം. ഡിവൈസ് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂസ് ഈവൻ ദ ഡിവൈസ് ഈസ് മൂവിങ്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് പറയാം. ഡിവൈസ് മൂവ് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്താണ്, നമ്മൾ ചെയ്യുന്ന കോളിനോ, നമ്മൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ജസ്റ്റ് എന്താണ് ബസ്സിൽ യാത്ര ചെയ്യാണ്. അപ്പൊ ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, സ്ഥലം മാറുന്നതിനനുസരിച്ച് എന്താണ്, നമുക്ക് ഡാറ്റ കറക്റ്റ് സ്മൂത്ത് ആയിട്ട് നമുക്ക് ആ വീഡിയോ കോൾ അങ്ങനെ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ ഏരിയയും നെറ്റ്വർക്ക് ആണെങ്കിലും കണക്ഷൻ അപ്പോഴും കിട്ടുന്നു. ഇതാണ് GSM-ൽ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ടവറിന്ന് വേറൊരു ടവറിലേക്ക് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും മൂവ് ആയിട്ട് നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടാണ്. അതിന് പറയുന്ന പേരാണ് ഹാൻഡ് ഓവർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഡിവൈസ് മൊബിലിറ്റി. അപ്പൊ നമ്മളിവിടെ 2 കാര്യമാണ് പറഞ്ഞത്, യൂസർ മൊബിലിറ്റിയും ഡിവൈസ് മൊബിലിറ്റിയും. യൂസർ മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂസർ സെയിം ആണ്, അല്ലെ, യൂസർക്ക് എവിടുന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ആ ഒരു സർവീസസ് കറക്റ്റ് കിട്ടും. ഡിഫറെന്റ് ലൊക്കേഷൻ ആണ്, പക്ഷെ സർവീസസിന് ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഡിവൈസ് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിവൈസ് ഡിഫറെന്റ് ലൊക്കേഷനിലേക്ക് പോകുന്നുണ്ട്, എന്നാലും നമ്മളെ കണക്ഷനോ കാര്യത്തിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ ഇതാണ് ഒരു ഇൻട്രോ പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചേഴ്സ്. മൊബൈൽ കമ്മ്യൂണിക്കേഷന്റെ ഫീച്ചേഴ്സിൽ നമ്മൾ ഹൈ കപ്പാസിറ്റി ലോഡ് ബാലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു ഷോപ്പിങ്ങിന് പോയി നമ്മൾ കുറേ ഡ്രസ്സസ് പർച്ചേസ് ചെയ്തു. അപ്പൊ എന്റെ ഒരു കയ്യിൽ 4 കവർ ഉണ്ട്, ഡ്രസ്സ് വാങ്ങിയിട്ടുള്ളതിന്റെ കവേഴ്സ്, മറ്റേ കയ്യിൽ 2 എണ്ണേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടെ ഇങ്ങോട്ടിട്ട് ബാലൻസ് ചെയ്ത് പിടിക്കും, അല്ലെ. അല്ലാണ്ട് ഒരു കയ്യിൽ മാത്രം ഹെവി ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കൈ നമുക്ക് വേദനിക്കും, മറ്റേ കൈ ഫ്രീ ആയി നിൽക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് 2 കൈയിലേക്കും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഈ സെയിം സാധനമാണ് മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഹൈ കപ്പാസിറ്റി ലോഡ് ബാലൻസ്. അതായത് കുറെ ലോഡ് വന്നു കഴിഞ്ഞാല് ഇത് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ജസ്റ്റ് ഇതിന്റെ ആ ഒരു സർവീസസ് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഷോപ്പിംഗ് മാളിൽ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഷോപ്പിംഗ് മാളിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഓരോ ഷോപ്പിന് അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് 1-2 വൈഫൈ ഉണ്ടാവും. കുറെ ആൾക്കാരുണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഒന്ന് തന്നെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്താണ്, നമുക്ക് സ്പീഡ് കുറയും.
ആ സമയം നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വേറെ ഉള്ളൊരു വൈഫൈ ഏതാണ് അത് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യും. അപ്പൊ യൂസർ തന്നെ അവിടെ സ്വിച്ച് ചെയ്യാണ്. കാരണം നമുക്ക് ബെറ്റർ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസർ തന്നെ നമ്മളെ കണക്ഷൻ എന്താണ്, ആ ഒരു കണക്ഷൻ ലോസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു കണക്ഷൻ കണക്ട് ചെയ്യാണ്. ആ സമയത്ത് ഇവിടെ എന്താണ്, ഇവിടെ നടക്കുന്നതാണ് ബാലൻസിങ്. ഹൈ കപ്പാസിറ്റി ലോഡ് ബാലൻസിങ് എല്ലാ കമ്മ്യൂണിക്കേഷൻ വയേർഡ് ആണെങ്കിലും വയർലെസ് നെറ്റ്വർക്ക് ആണെങ്കിലും ഇത് നടക്കുന്നുണ്ട്. യൂസർ തന്നെയാണ് ഇത് സ്വിച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിലെ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാം സ്കാലബിലിറ്റി. ഓക്കെ, എന്താ സ്കാലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയർലെസ് നെറ്റ്വർക്ക് ക്യാൻ ഗ്രോ ഈസിലി ആസ് മോർ യൂസർ ആൻഡ് ഡിവൈസ് ആർ ആഡഡ്. Expansion is possible without redesigning the entire network as long as coverage and capacity are sufficient. ഓക്കെ, ഇപ്പൊ ഇവിടെ ഉള്ള എക്സാമ്പിൾ കണ്ടില്ലേ, 1000 യൂസേഴ്സ് ആണെങ്കിൽ ഒരു വൈഫൈ ബോക്സ്, 2000 യൂസർ ആവുന്ന സമയത്ത് നമ്മൾ 2 വൈഫൈ ബോക്സ് വേണം. അതായത് യൂസേഴ്സും ഡിവൈസും കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സെറ്റപ്പ് അതേപോലെ ഗ്രോ ചെയ്യിക്കുക. പക്ഷെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളത് റീഡിസൈനിങ് ഒന്നും ചെയ്യണ്ട. യൂസേഴ്സും ഡിവൈസും കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അല്ലെ, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജിയോ സിം കുറച്ച് ആൾക്കാർ മാത്രം എടുത്ത സമയത്ത് അവർക്ക് ഒരു ടവർ മതിയായിരുന്നു, അല്ലെങ്കിൽ 2 ടവർ മതിയായിരുന്നു. യൂസർ കൂടുന്നതിനനുസരിച്ച് അവർ എന്ത് ചെയ്യണേ, ടവർ ലൊക്കേഷൻസ് ടവേഴ്സ് കുറെ എണ്ണ ഉണ്ടാക്കുന്നു. അതായത് യൂസർക്ക് ആ ഒരു സെയിം സർവീസസ് കൊടുത്തുകൊണ്ട് തന്നെ അത് ആ കമ്പനി ഗ്രോ ചെയ്യാണ്. അതിനെയാണ് സ്കാലബിലിറ്റി എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിനെ എഫക്ട് ചെയ്യാതെ തന്നെ അതെന്താണ്, സ്വയം ഗ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കാലബിലിറ്റി എന്ന് പറയുന്നത്. സ്കാലബിലിറ്റി വൺ ഓഫ് ദ മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. എന്താണ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് സിസ്റ്റം? Okay, wireless network consists of many components like accessing point, firewalls, switches, and power system. A network management system helps to monitor and control all these components efficiently. ഒരു നെറ്റ്വർക്ക് സിസ്റ്റം ആകുമ്പം അതിനെന്താണ്, ഒരു മാനേജ്മെന്റ് വേണം അല്ലെ. ഇപ്പൊ നമ്മൾക്കൊരു കമ്പനിയിൽ ഒരു മാനേജർ ഉണ്ടെങ്കിൽ അയാളായിരിക്കും അവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും മാനേജ് ചെയ്യുന്നത്. അതേപോലെ ഇതിലുള്ള എല്ലാ കോമ്പോണൻസിനെയും നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെറ്റ്വർക്ക് മാനേജ്മെന്റ് സിസ്റ്റം മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിനുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് റോൾ ബേസ്ഡ് അസസ് കൺട്രോൾ. എന്താണ് ഈ റോൾ ബേസ്ഡ് അസസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ, അതൊരു സെക്യൂരിറ്റി മെത്തേഡാണ്. അതായത് എല്ലാവർക്കും നമ്മൾ പെർമിഷൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ യൂസർ റോള് നോക്കിയിട്ടാണ് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റൽ എക്സാമ്പിൾ എടുക്കുകയാണ്. ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിനുള്ള ഓൾറെഡി ഉള്ള ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് ആ ഡാറ്റയിൽ ഒരു മാറ്റം വരുത്താൻ ഡോക്ടർക്ക് പറ്റും അല്ലെ. ആ ഡോക്ടർ എഴുതിയിട്ടുള്ള കാര്യം മാത്രമേ ഒരു നേഴ്സിന് പറ്റുള്ളൂ അല്ലെ. ആ നേഴ്സ്, അതായത് നേഴ്സിന് അവിടെ ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിൽ ഒരു ചേഞ്ചസും വരുത്താൻ പറ്റില്ല. അതേപോലെ ഫാർമസിസ്റ്റിന് അതിൽ എഴുതിയിട്ടുള്ള മരുന്ന് മാത്രം എടുത്തു കൊടുക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അതേപോലെ ഓരോരുത്തരുടെയും റോൾ അനുസരിച്ച് നമ്മളൊരു സെക്യൂരിറ്റി മെത്തേഡ് ക്രിയേറ്റ് ചെയ്തതിനാണ് റോൾ ബേസ്ഡ് അസസ് കൺട്രോൾ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും എങ്ങനെ വേണമെങ്കിലും അസസ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു സെക്യൂരിറ്റി വെച്ചിട്ട് മാത്രം അസസ് ചെയ്യാൻ ഉള്ള പെർമിഷൻസ് കൊടുക്കുക. ദെൻ ഫോർത്ത് ആണ് പ്രൊവൈഡ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ കവറേജ് ഓപ്ഷൻസ്. വയർലെസ് സിസ്റ്റം ഷുഡ് പ്രൊവൈഡ് ബോത്ത് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ കവറേജ്. ഇൻഡോറിലും നമുക്ക് യൂസ് ചെയ്യാം, ഔട്ട്ഡോറിലും യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു കോളേജിന് ഒരു വൈഫൈ സെറ്റപ്പ് ഉണ്ട്, അപ്പൊ അതെന്താണ്, നമുക്ക് ക്ലാസ് റൂംസിലും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ പ്ലേ ഏരിയയില് അല്ലെങ്കിൽ ഗ്രൗണ്ടിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഫിഫ്ത് ഫീച്ചർ ആണ് മാനേജിങ് മൊബൈൽ ഡിവൈസസ്. മാനേജ് ചെയ്യാം, മൊബൈൽ ഡിവൈസസിനെ മാനേജ് ചെയ്യാം. നമുക്ക് വയർലെസ് നെറ്റ്വർക്കിൽ തൗസൻഡ്സ് ഓഫ് ഡിവൈസസും അപ്ലിക്കേഷൻസും ഒരു സെയിം ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ മാനേജ് ചെയ്യാം. ബേസിക്കലി 2 ടൈപ്പാണ്, റോമിങ്ങും റിഡൻഡൻസിയും. റോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമ്മള് എന്താ വൈഫൈ ബോക്സ് കുറച്ചും കൂടെ വിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, കണക്ഷൻ സ്ലോ ആയ പോലെ എക്സ്പീരിയൻസ് ചെയ്യണ്ടാവും. അതിനെയാണ് നമ്മൾ റോമിംഗ് എന്ന് പറയുന്നത്. റിഡൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു സെക്കൻഡറി ഓപ്ഷൻസ് ചൂസ് ചെയ്ത് വെക്കുന്നതിനെയാണ് റിഡൻഡൻസി എന്ന് പറയാം.
ഇപ്പോ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ജനറേറ്റർ ഓൺ ചെയ്യില്ലേ, അതേപോലെ നമ്മൾ എന്താ സ്പെസിഫിക് നീഡ്സ് ആൻഡ് എൻവയോൺമെന്റിന് വേണ്ടിയിട്ട് ഒരു വയർലെസ് ലിസ്റ്റിന് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റിഡൻഡൻസിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഫീച്ചേഴ്സ്. ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഫസ്റ്റ് സ്കാലബിലിറ്റി. സ്കാലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഗ്രോ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ യൂസേഴ്സ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാ, ആ ഒരു നെറ്റ്വർക്ക് സിസ്റ്റം കൂടെ ഇൻക്രീസ് ആവാം. പക്ഷെ അത് ഓൾറെഡി ചെയ്തിട്ടുള്ളതിനെ റീഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ സെക്കൻഡ് ആണ് നെറ്റ്വർക്ക് മാനേജ്മെന്റ് സിസ്റ്റം. കംപ്ലീറ്റ് മാനേജ് ചെയ്യാൻ നമുക്കൊരു മാനേജർ പോലെ. ദെൻ റോൾ ബേസ്ഡ് അസസ് കൺട്രോൾ, അതായത് സെക്യൂരിറ്റി മെത്തേഡ് ആണ് എല്ലാവർക്കും കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്താ ഓരോരുത്തരുടെയും റോൾ അനുസരിച്ച് മാത്രം അവർക്ക് അസസ് കൊടുക്കുക. ദെൻ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ കവറേജ് ഉണ്ട്, അതേപോലെ മൊബൈൽ ഡിവൈസസ് മാനേജ് ചെയ്യുന്നത്. ഇതിന്റെ ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഫയർവാൾ ആൻഡ് സെക്യൂരിറ്റി. പക്ഷെ നമ്മൾ ടെക്സ്റ്റിൽ ഇതൊരു ഫീച്ചറായിട്ട് പറയുന്നില്ല, പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ്. ഫയർവാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ബോൺ ഓഫ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ബാക്ക് ബോൺ ആണ് ഈ ഫയർവാൾസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ആന്റി വൈറസ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എന്താ, വൈറസ് ഒന്നും നമ്മളെ സിസ്റ്റത്തിൽ വരാതിരിക്കാൻ. അതേപോലെ നമ്മൾ കംപ്ലീറ്റ് നെറ്റ്വർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫയർവാൾസ് എന്ന് പറയുന്നത്. ഈ ഇറ്റ് പ്രൊട്ടക്ട് against threats like malware, ransomware, ബോട്ട്നെറ്റ്സ് ആൻഡ് സീറോ ഡേ അറ്റാക്ക്. ഇതിനൊക്കെതിരെയായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയർവാൾ ആൻഡ് സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഫസ്റ്റ് ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് അല്ലെ, കുറെ ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ടോപ്പിക് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് മൾട്ടിപ്ലെക്സിംഗ്. എന്താണ് മൾട്ടിപ്ലെക്സിംഗ്? Multiplexing is a technique used in electronics and signal processing. ഇലക്ട്രോണിക്സിലും സിഗ്നൽ പ്രോസസ്സിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോമ്പിനേഷണൽ ഡിജിറ്റൽ സർക്യൂട്ട്. അതൊരു കോമ്പിനേഷണൽ ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ്. ഇപ്പൊ ഒന്നിലധികം സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് അതിനെ ഒരൊറ്റ സിംഗിൾ സിഗ്നൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കിയേ. ഇവിടെ കുറെ ഇൻപുട്സ് വരുന്നുണ്ട്. ആ കുറെ ഇൻപുട്സിനെ നമ്മൾ ഈ MUX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലെക്സർ ആണ്. മൾട്ടിപ്ലെക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലെക്സിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് മൾട്ടിപ്ലെക്സർ. ഓക്കെ, അപ്പൊ ഒരുപാട് ഇൻപുട്ട് സിഗ്നൽസ് ഇവിടെ വന്നു. ആ സിഗ്നൽസിനൊക്കെ ഈ മൾട്ടിപ്ലെക്സർ ഒരൊറ്റ സിംഗിൾ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് കമ്പൈനിങ് മൾട്ടിപ്പിൾ സിഗ്നൽ ഇൻ ടു സിംഗിൾ സിഗ്നൽ. മൾട്ടിപ്പിൾ സിഗ്നൽസിനെ സിംഗിൾ സിഗ്നൽസ് ആക്കാം. ദെൻ അത് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? വൺ കമ്മ്യൂണിക്കേഷൻ മീഡിയം, ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴിയാണ് അത് സെൻഡ് ചെയ്യുന്നത്. ഒറ്റ സിഗ്നൽ ആയിട്ട് ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴിയാണ് അത് സെൻഡ് ചെയ്യുന്നത്. സിഗ്നൽ ക്യാൻ ബി അനലോഗ് ഓർ ഡിജിറ്റൽ. സിഗ്നൽസ് നമുക്ക് ഒന്നിക്ക് അനലോഗ് ആക്കാം അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് ആക്കാൻ പറ്റും. ഈ അനലോഗ് സിഗ്നൽസും ഡിജിറ്റൽ സിഗ്നൽസും എന്താണ്? ഈ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഹ്യൂമൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽസിനൊക്കെ നമുക്ക് അനലോഗ് സിഗ്നൽസ് എന്ന് പറയാം. അതായത് ഒരു വേവ് പോലെ. ഇപ്പൊ നമ്മളൊരു ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഹൈ വോൾട്ടേജിൽ നമ്മൾ സംസാരിക്കും, ചിലപ്പോൾ ലോ വോൾട്ടേജിൽ നമ്മൾ സംസാരിക്കും. അപ്പൊ ഈ അനലോഗ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേവ്സ് പോലെ ഹൈ ആയിട്ടുള്ളതും ഉണ്ടാവും, അതേപോലെ ലോ ആയിട്ടുള്ളതും ഉണ്ടാവും. ദെൻ ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ബ്ലോക്സ് ആയിരിക്കും. ഡിജിറ്റൽ സിഗ്നൽസ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ കൺവേർട്ട് ചെയ്യാന്, അതേപോലെ ഇമേജസ് കൺവേർട്ട് ചെയ്യാന്. അതായത് ഇത് കൺവേർട്ട് ചെയ്യുന്നത് സീറോസ് ആൻഡ് വൺസിലേക്കായിരിക്കും. അങ്ങനെ മാറ്റുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറയുന്നത്. അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതേപോലെ ഹൈ ആൻഡ് ലോ പിച്ചിലുള്ള മിക്സ്ഡ് ആയിട്ടുള്ള നോയ്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അനലോഗ് സിഗ്നൽസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ മൾട്ടിപ്ലെക്സിംഗില് നമുക്ക് എന്ത് ചെയ്യാം? ഡിജിറ്റൽ സിഗ്നൽസ് അനലോഗ് ഓർ ഡിജിറ്റൽ ഏതും ആവാം. മൾട്ടിപ്ലെക്സിംഗ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ മൊബൈൽ കമ്പ്യൂട്ടിംഗ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. മൊബൈൽ കമ്പ്യൂട്ടിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്സിലൊക്കെ നമ്മൾ പോപ്പുലറായിട്ട് ഈ മൾട്ടിപ്ലെക്സിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ മീഡിയ നമുക്ക് എന്താണ്? റേഡിയോ വേവ്സ് ആൻഡ് കേബിൾ ആയിരിക്കും ദാറ്റ് സപ്പോർട്ട് മൾട്ടിപ്ലെക്സിംഗ്.
മൾട്ടിപ്ലെക്സിംഗ് സപ്പോർട്ട് ചെയ്യുന്ന റേഡിയോ വേവ്സും കേബിൾസും ഒക്കെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിഗ്നൽസിനെ സിംഗിൾ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഉണ്ട്. അതോടൊപ്പം തന്നെ അത് നമ്മൾ വൺ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിലൂടെയാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓൾ കമ്മ്യൂണിക്കേഷൻ മീഡിയ ക്യാൻ ബി മൾട്ടിപ്ലെക്സ്ഡ്. ഓൾമോസ്റ്റ് എല്ലാ കമ്മ്യൂണിക്കേഷൻ മീഡിയയും മൾട്ടിപ്ലെക്സിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ എന്താ മൾട്ടിപ്ലെക്സിംഗ് എന്നുള്ളത്? അതേപോലെ തന്നെ ഈ ഫിഗർ എന്തായാലും നോക്കി വെക്കുക. അപ്പൊ മൾട്ടിപ്ലെക്സിംഗ്, ദെൻ ഇത് ഡീമൾട്ടിപ്ലെക്സിംഗ്, അതായത് ഒരു സിഗ്നലിനെ മൾട്ടിപ്പിൾ സിഗ്നൽസ് ആക്കുന്നതിനെയാണ് ഡീമൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഡീമൾട്ടിപ്ലെക്സർ. ഓക്കെ, മൾട്ടിപ്ലെക്സിംഗ് തന്നെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്, വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്, ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. ആ ടൈം ഡിവിഷനെ തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. സിൻക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ആൻഡ് അസിൻക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. ഇതിൽ ഫ്രീക്വൻസിയിലും വേവ് ലെങ്ത് ഡിവിഷനിലും നമ്മൾ യൂസ് ചെയ്യുന്നത് അനലോഗ് സിഗ്നൽസിനെയാണ്. പക്ഷെ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നൽസ് ആണ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഓരോന്ന് എന്താന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സിഗ്നൽസ് ആർ ട്രാൻസ്മിറ്റഡ് സൈമൾട്ടേനിയസ്ലി. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ചാനലാണ് യൂസ് ചെയ്യുന്നതെന്നല്ലേ പറഞ്ഞ മൾട്ടിപ്ലെക്സിംഗ്. അതിൽ തന്നെ ഈ ഫ്രീക്വൻസി ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറെന്റ് ഫ്രീക്വൻസി ഉള്ള ഡാറ്റാസ് ഓരോ ചാനൽ വഴി, അപ്പൊ ഒന്നിലധികം ചാനൽസ് ഉണ്ടാവാം. അതില് ചാനൽ 1 നമ്മൾ സെയിം ഫ്രീക്വൻസി ഉള്ളത് ട്രാൻസ്മിറ്റ് ചെയ്യും, ചാനൽ 2 സെയിം ഫ്രീക്വൻസി ഉള്ളത് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി ബാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് സൈമൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം അല്ലെ. അപ്പോൾ സിഗ്നൽ ചാനൽ 1 ഡാറ്റ പോകുമ്പോൾ നമുക്ക് എന്താ ചാനൽ 2 കൊടുക്കാം. പക്ഷെ ചാനൽ 1 ഫ്രീക്വൻസി വേറെയും ചാനൽ 2 ഫ്രീക്വൻസി വേറെ ആയിരിക്കും. ഈ ചാനൽസ് തമ്മിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു ഗാർഡ് ബാൻഡ്സ് അതിന്റെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഡാറ്റാസ് ഒന്നും ഓവർലാപ്പ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാർഡ് ബാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ സിഗ്നൽ ട്രാവൽ അറ്റ് ദ സെയിം ടൈം ഓൺ ഡിഫറെന്റ് ഫ്രീക്വൻസി. സെയിം ടൈമിലായിരിക്കും ഡാറ്റ പാസ് ചെയ്യുന്നത്, പക്ഷെ അത് യൂസ് ചെയ്യുന്നത് ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ആയിരിക്കും. ഇത്തരം ടൈപ്പിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ റേഡിയോയിൽ നമുക്ക് എന്താ മാംഗോ FM ഉണ്ട്, റെഡ് FM ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ക്ലബ് FM എന്നൊക്കെ പറഞ്ഞ് കുറെ ചാനൽസ് ഇല്ലേ. അപ്പോൾ ഇതിന്റെ ഫ്രീക്വൻസി അനുസരിച്ചാണ് ഈ 3 ചാനൽസ്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് 3 ചാനൽസ്. പക്ഷെ അറ്റ് എ ടൈം നമുക്ക് റേഡിയോ ഓൺ ആക്കിയാൽ ഈ 3ഉം കേൾക്കാം അല്ലെ. FM മാറ്റി റെഡ് FM കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മാംഗോ FM മാറ്റി റെഡ് FM കൺവേർട്ട് ചെയ്താൽ എന്താണ് അപ്പൊ അതിലുള്ളത് കേൾക്കാൻ പറ്റും. അപ്പൊ മാംഗോ FM ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ കംപ്ലീറ്റ് ഒരു ഫ്രീക്വൻസി ആയിരിക്കും, റെഡ് FM അത് കംപ്ലീറ്റ് വേറൊരു ഫ്രീക്വൻസി ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് ചാനൽസ് യൂസ് ചെയ്തിട്ട് സെയിം ഫ്രീക്വൻസി ഉള്ള ഡാറ്റ അറ്റ് എ ടൈം അല്ലെ. നമുക്ക് റേഡിയോയിൽ അറ്റ് എ ടൈം അല്ലേ, നമുക്ക് ലൈവ് ആയിട്ടല്ലേ നമുക്ക് അറ്റ് എ ടൈം 3 ചാനൽസും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ യൂസ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിന് എക്സാമ്പിൾ ആണ് നമ്മളുടെ നോർമൽ റേഡിയോസ്. ഓക്കെ, അപ്പൊ അങ്ങനെ പാസ് ചെയ്യുന്ന ഡാറ്റാസ് ആണ് ഫ്രീക്വൻസി ഡിവിഷൻ. ഇതിൽ ഗോഡ് ബാൻഡ്സ് എന്താണ്, ഈ ചാനൽസ് തമ്മിൽ കൊളൈഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒരു ഷീറ്റ് അല്ലെ, അതിന്റെ ഇടയിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ബാൻഡിനെയാണ് ഗോഡ് ബാൻഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താ, ഇത് സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതിൽ അങ്ങനെ എന്താണ് ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ഓരോന്നും ഓരോ ഫ്രീക്വൻസി ഉള്ള ഡാറ്റയാണ് പോകുന്നത്. ഡസ് നോട്ട് റിക്വയർ ഇക്വലൈസേഷന്റെ ആവശ്യമില്ല. കപ്പാസിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് യൂസിങ് എഫിഷ്യന്റ് കോഡിംഗ്. ഈസി ടു അപ്ഗ്രേഡ് വിത്ത് ന്യൂ ടെക്നോളജീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ലോ ഇന്റർ ഇന്റർഫറൻസ് ഡ്യൂ ടു ലോ ബിറ്റ് റേറ്റ്, അതായത് ഓരോന്നിലും ഡാറ്റ ഷെയർ ചെയ്യുന്നത് എന്താ ഡിഫറെന്റ് ചാനൽസ് യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ലോ ബിറ്റ് റേറ്റ് ആണ് ഇതിനുള്ളത്. ഡിസ്അഡ്വാൻറ്റേജസ് നമുക്ക് എന്താ പറയാം, ഇപ്പൊ നമ്മള് ഓൾറെഡി പറഞ്ഞു ഗോഡ് ബാൻഡ്സ് അല്ലെ. ഗോഡ് ബാൻഡ്സ് കൊടുക്കുന്നത് എന്തിനാ, വേസ്റ്റ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പിന്നെ ഒരുപാട് ഫ്രീക്വൻസി ഉണ്ട്, അപ്പൊ അതിന്റെ ഡാറ്റാസ് കൊളൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോഡ് ബാൻഡ്സ് യൂസ് ചെയ്യുന്നത്. അതൊരു വേസ്റ്റേജ് ആണ്
ഒരു ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുകയാണെങ്കിൽ റിക്വയർ കെയർഫുൾ നെറ്റ്വർക്ക് പ്ലാനിങ്. കറക്റ്റ് ഒരു നെറ്റ്വർക്ക് പ്ലാനിങ് വേണം, അല്ലെങ്കിൽ ഡാറ്റ കൊളൈഡ് ആയി പോകും. ലോ ട്രാഫിക് കപ്പാസിറ്റി ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പെൻസീവ് മൾട്ടി ചാനൽ റിസീവർ ഇതിന് ആവശ്യമുണ്ട്. ദെൻ കോസ്റ്റ്ലി ആർ ഫിൽറ്റേഴ്സ് ഇതിന് റിക്വയർ ആണ്. ഐഡിയൽ ചാനൽ ഒക്കർ വെൻ യൂസർ ആർ ഇനാക്റ്റീവ് ആകുന്ന സമയത്താണ് ഇത് കുറച്ചും കൂടെ ചാനൽസ് ഐഡിയൽസ് ഒക്കർ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. എന്തൊക്കെ അപ്ലിക്കേഷൻസ്? ടെലഫോൺ, FM ആൻഡ് AM റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് ഇതാണ്. കേബിൾ ടി വി, വാക്കി ടോക്കി, മൊബൈൽ നെറ്റ്വർക്ക് ഫോർ ക്ലോസിംഗ് ഗ്രൂപ്പ്, അതായത് വൈഫൈ, അതേപോലെ 2G മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ടോട്ടൽ അക്സസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ആണ്. അപ്പൊ ക്ലിയർ അല്ലേ? ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ചാനൽസിൽ എന്താ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് ഉള്ള ഡാറ്റാസ് അറ്റ് എ ടൈം ഷെയർ ചെയ്യുന്നതാണ് ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. ഇനി എന്താണ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്? ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ചാനലെ ഡാറ്റ പാസ് ചെയ്യാനുള്ളൂ. ഓക്കെ, പക്ഷെ മൾട്ടിപ്പിൾ സിഗ്നൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഷെയർ ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക് ഇൻ വിച്ച് മൾട്ടിപ്പിൾ ഡാറ്റ സിഗ്നൽ ഷെയർ അറ്റ് സെയിം ചാനൽ കൂടെയാണ് ഡാറ്റ ഷെയർ ചെയ്യുന്നത്. പക്ഷെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ടൈം ഉണ്ട്. അപ്പോൾ ഒരു ഇതിന് ഡാറ്റ ഷെയർ ചെയ്യാൻ, ഒരു ഡിവൈസിന് ഡാറ്റ ഷെയർ ചെയ്യാൻ ഒരു 10 സെക്കൻഡ്, അടുത്തതിന് 10 സെക്കൻഡ്, അതിൻ്റെ അടുത്തതിന് 10 സെക്കൻഡ്, അങ്ങനെ ഒരു ഫിക്സഡ് ലെങ്ത് ടൈം സ്ലോട്ട്സ് ആണ്. ഒന്നിന് 10 സെക്കൻഡ് ആണ് കൊടുത്തതെങ്കിൽ എല്ലാത്തിനും 10 സെക്കൻഡ് ആയിരിക്കും കൊടുക്കുക. അതേപോലെ ഒരു ഫിക്സഡ് ടൈം സ്ലോട്ട്സിൽ ഡാറ്റ ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ടൈം സ്ലോട്ടിലും നമ്മൾ ഒരു വട്ടം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം എ ഫ്രെയിം കംപ്ലീറ്റഡ്. ഒരു ഫ്രെയിം കംപ്ലീറ്റഡ് ആവുന്നത് എല്ലാ ടൈം സ്ലോട്ടും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ അതിൽ 10 എണ്ണം ഉണ്ട്, 10 സെക്കൻഡ് ഉള്ള 10 ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി 10 സെക്കൻഡ്സ് വെച്ച് കൊടുത്തു. ആ 10ഉം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരു ഫ്രെയിം കംപ്ലീറ്റ് ആയി എന്നുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ ഫിഗർ വരുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്. സിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും അതേപോലെ അസിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും. ഇതിൽ സിങ്ക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ലോട്ട് ഒക്കെ ഫിക്സഡ് ആൻഡ് പ്രീ അസൈൻഡ് ആയിരിക്കും. അപ്പൊ 4 ഡിവൈസ് ഉണ്ട്. അപ്പൊ 4 ഡിവൈസിനും 10 സെക്കൻഡ് വെച്ച് കൊടുത്ത്, അപ്പൊ ഫസ്റ്റ് ആര് ഡാറ്റ ഷെയർ ചെയ്യണം, സെക്കൻഡ് ആര് ഷെയർ ചെയ്യണം എന്നുള്ളത് ഓൾറെഡി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇൻ കേസ് ഡിവൈസ് 3ക്ക് ഡാറ്റ ഷെയർ ചെയ്യാനില്ല എന്ന് വിചാരിക്കുക, പക്ഷെ എന്നാൽ ആ 10 സെക്കൻഡ് അവിടെ വേസ്റ്റ് ആയി നിൽക്കും. മറ്റ് ഡിവൈസ് 4ന് ഷെയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഓൾറെഡി പ്രീ അസൈൻഡ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് വേസ്റ്റേജ് ഓഫ് ചാനൽ കപ്പാസിറ്റി വരുന്നുണ്ട് അല്ലെ. ഡാറ്റ ഷെയർ ചെയ്യാനില്ലാത്തത് എന്താണ്, അവിടെ ഒരു വേസ്റ്റേജ് ആയിട്ട് ആ ഒരു 10 സെക്കൻഡ് പോകും. അതിനാണ് വേസ്റ്റേജ് ഓഫ് ചാനൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അസിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. സിങ്ക്രണസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 4 ഡിവൈസ് ഉള്ളത്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഡാറ്റ ഷെയർ ചെയ്യാനുള്ളതിന് മാത്രം, ആ ഒരു സോഴ്സ് മാത്രമേ ഡാറ്റ ഷെയർ ചെയ്യുള്ളൂ. ഇപ്പൊ 3ാമത്തെ ഡിവൈസിന് ഡാറ്റ ഒന്നും ഷെയർ ചെയ്യാനില്ലെങ്കിൽ ഇപ്പൊ 4ാമത്തെ ഡിവൈസ് അങ്ങ് കയറി ഷെയർ ചെയ്യും. ഓക്കെ, അതിപ്പോ നമുക്ക് സ്കൂളിൽ ടൈം ടേബിൾ ഉണ്ടാവും അല്ലെ. അപ്പോ ഒരു മിസ് ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു പീരീഡ് കുട്ടികൾ വെറുതെ ഇരിക്കും. അതാണ് സിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്. എന്നാൽ അസിങ്ക്രണസ് ആവുന്ന സമയത്തോ, ഇപ്പൊ ആ ടീച്ചർ ഇല്ലെങ്കിൽ എന്താണ്, ആ പീരീഡ് വേറൊരു ടീച്ചർ വന്ന് ക്ലാസ് എടുക്കും. ഓക്കെ, അതാണ് സിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും സിങ്ക്രണസ് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിങ്ങും. അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും. അഡ്വാൻറ്റേജസ് എന്താണ്, ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, അധികം കോംപ്ലക്സ് അല്ലാത്ത സർക്യൂട്ട്സ് ആണ്, കാരണം ഒരൊറ്റ ലൈൻ അല്ലേ ഉള്ളൂ. പിന്നെ ക്രോസ് ടോക്കിംഗ് പ്രോബ്ലംസ് ഉണ്ടാവുന്നില്ല, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ എന്താണ് പാസ് ആവുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. ചാനൽ ബാൻഡ് വിഡ്ത്ത് നമ്മൾ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അത് അസിങ്ക്രണസ് ആവുമ്പോ ആണെന്ന് മാത്രം അല്ലെ. ഡിസഡ്വാൻറ്റേജസിൽ സിങ്ക്രണൈസേഷൻ വരുന്ന സമയത്ത് അതെന്താണ് ഡിസഡ്വാൻറ്റേജസ് ആണെന്ന് പറയാം അല്ലെ. ഫിക്സഡ് ആയിട്ട് നമ്മൾ അതിന് ടൈം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസഡ്വാൻറ്റേജസ് ആണ്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ കുറച്ചൊരു കോംപ്ലക്സ് ആണ്. ദെൻ സ്ലോ നാരോ ബാൻഡ് ഫേഡിങ് മേ വൈപ്പ് ഓൾ TDM ചാനൽസ്, അതായത് ചെറിയ എന്തെങ്കിലും ഒരു ഫേഡിങ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യത്തിലുള്ള ഡാറ്റാസ് കംപ്ലീറ്റ് എന്താണ് വൈപ്പ് ഔട്ട് ആവും, കംപ്ലീറ്റ് ഡിലീറ്റ് ആയി പോകും. അപ്പൊ അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്.
ഇത് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സോണറ്റ് സിങ്ക്രണസ് ഒപ്റ്റിക്കൽ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പബ്ലിക് സ്വിച്ചസ് ടെലിഫോൺ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടെലിഫോൺ വയേർഡ് ലൈൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിജിറ്റൽ ഓഡിയോ മിക്സിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഹാഫ് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ദെൻ GSM നമ്മൾ യൂസ് ചെയ്യുന്നല്ലേ, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് GSMലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ആണ്. ദെൻ ഇതിലെ തേർഡ് വൺ വേവ് ലെങ്ത് ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ്. വേവ് ലെങ്ത്തിൽ എങ്ങനെയാ വെച്ചാല് മൾട്ടിപ്പിൾ ഡാറ്റനെ നമ്മൾ എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് വൺ സിംഗിൾ ചാനൽ എന്നാണ്. ഓക്കെ, പക്ഷേ ഈച്ച് സിഗ്നൽ ഈസ് ട്രാൻസ്മിറ്റഡ് യൂസിങ് ഡിഫറെന്റ് വേവ് ലെങ്ത്. ഓരോന്നും ഓരോ വേവ് ലെങ്തിലുള്ള ഡാറ്റ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ യൂസർ ടു ഷെയർ ദ സെയിം ചാനൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സെയിം ടൈം ആണ്. മറ്റേതില് ഫ്രീക്വൻസി ആകുമ്പോൾ ഡിഫറെന്റ് ചാനൽ ആയിരുന്നു, ടൈം ആകുമ്പോൾ ഡിഫറെന്റ് ടൈം ആയിരുന്നു. പക്ഷെ വേവ് ലെങ്ത്തിൽ എന്താണ്, ടൈമും സെയിം ആണ്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ ചാനലും സെയിം ആണ്, പക്ഷെ അതിന്റെ വേവ് ലെങ്ത് ഡിഫറെന്റ് ആണ്. ഓക്കെ, സിൻസ് ട്രാൻസ്മിഷൻ യൂസ് ഡിഫറെന്റ് വേവ് ലെങ്ത്, ഇറ്റ് ഈസ് ബെറ്റർ സെക്യൂരിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് വേവ് ലെങ്ത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഇത് ബെറ്റർ സെക്യൂരിറ്റിയും കൂടി എൻഷുർ ചെയ്യുന്നുണ്ട്. ടു റിസീവ് എ പെർട്ടിക്കുലർ സിഗ്നൽ ദ കറക്റ്റ് വേവ് ലെങ്ത് ഈസ് റിക്വയർഡ്. ഇപ്പൊ വേവ് ലെങ്ത്തിന്റെ ബേസിസിൽ കറക്റ്റ് വേവ് ലെങ്ത് ആയാൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഫിഗർ വരുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സെക്യൂരിറ്റി ആണ്. ഇത് മെയിൻലി മെഗാ ഹെഡ്സ് ആണ്. യൂസർ പെർ മെഗാ ഹെഡ്സ്, മോർ യൂസർ പെർ മെഗാ ഹെഡ്സിൽ നമുക്ക് ഡാറ്റാസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഹൈ കപ്പാസിറ്റി ആണ്. ഗുഡ് വോയിസ് ആൻഡ് സിഗ്നൽ ക്വാളിറ്റി തരുന്നുണ്ട്. ഫ്ലെക്സിബിൾ ആണ്, എഫിഷ്യന്റ് ആണ്. നോ സിങ്ക്രണൈസേഷന്റെ ആവശ്യം ഇതിലില്ല. ക്യാൻ സെർവ് ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ് സൈമൾട്ടേനിയസ്ലി. നമുക്ക് എന്താ അറ്റ് എ ടൈം ഒരുപാട് യൂസർക്ക് അറ്റ് എ ടൈം നമുക്ക് എന്താണ് ഡാറ്റ സെർവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ ടൈം സിങ്ക്രണൈസേഷൻ ആവശ്യം ഉണ്ടാകുന്ന കേസസ് വരുമ്പോൾ അത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡീഗ്രേഡ് യൂസർ ഇൻക്രീസ്, യൂസർ ഒരുപാട് യൂസർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ പെർഫോമൻസിനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ കോഡ് ലെങ്ത് കുറച്ച് കോംപ്ലെക്സ് ആണ്. ദെൻ ക്വാളിറ്റി ഓഫ് സർവീസസ് ഡിക്രീസ് വിത്ത് മോർ യൂസർ. ഒരുപാട് യൂസർ ഉണ്ടാകുമ്പോൾ സർവീസസിന്റെ ക്വാളിറ്റി ഒന്ന് കുറയാനുള്ള ചാൻസ് ഉണ്ട്. സഫർ ഫ്രം നിയർ ഫാർ ആൻഡ് സെൽഫ് ഇന്റർഫറൻസ് പ്രോബ്ലം. നിയർ ഫാർ അതായത് അടുത്തും ദൂരത്തുള്ള ആൾക്കാർ തമ്മിൽ ഉള്ളപ്പം ചിലപ്പോൾ എന്താണ് ചെറിയൊരു സഫറിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ സെൽഫ് ഇന്റർഫറൻസ് പ്രോബ്ലവും മെയിൻലി ഇതിൽ കാണാറുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് വരുന്നത്. ദെൻ അപ്ലിക്കേഷൻ ഏതൊക്കെയാണ്? മിലിറ്ററി ആൻഡ് കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, റാഡർ ആൻഡ് നാവിഗേഷൻ സിസ്റ്റത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു വേവ് ലെങ്ത് ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടാണ്, വേവ് ലെങ്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ മൾട്ടിപ്ലെക്സിംഗ് എല്ലാം നടക്കുന്നത്. അപ്പൊ നമ്മൾ 3 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൾട്ടിപ്ലെക്സിംഗ് പഠിച്ചു. ഫ്രീക്വൻസി, ദെൻ ടൈം ബേസ്ഡ്, ദെൻ വേവ് ലെങ്ത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. വിത്ത് ഫിഗ് ഇത് എന്താ പഠിക്കുക. ഇനി ഇതിൽ വരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അനദർ ടോപ്പിക് ആണ് GSM, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. Global system is an open digital circular communication technology used in mobile phones. മൊബൈൽ ഫോൺസിലാണ് ഇത് മെയിൻലി എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് അല്ലെ. ഇറ്റ് ഓപ്പറേറ്റ് 4 ഫ്രീക്വൻസി ബാൻഡ്, 850 MHz, 900 MHz, 1800 MHz ആൻഡ് 1900 MHz. ഇത്രയും ഫ്രീക്വൻസി ബാൻഡ്സ് ആണ് ഇത് മെയിൻലി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ GSMൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് FDMA ആൻഡ് TDMA ടെക്നോളജി, ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ടെക്നിക്കും അതേപോലെ ടൈം ഡിവിഷൻ മൾട്ടിപ്ലെക്സിംഗ് ടെക്നോളജീസ് ആണ് ഇതിൽ മെയിൻലി യൂസ് ചെയ്യുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് GSM ഒറിജിനേറ്റ് ഫ്രം ദ സെൽ ബേസ്ഡ് മൊബൈൽ റേഡിയോ. സെൽ ബേസ്ഡ് ആയിട്ടുള്ള മൊബൈൽ റേഡിയോ സിസ്റ്റം ഡെവലപ്മെന്റ് എന്നാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ആയത് ഇൻ ബെൽ ലബോറട്ടറീസ് ഇൻ ഏർലി 1970s. ഈ ഒരു GSM എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമേ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ GSMനെ കുറിച്ച് പഠിക്കുന്നുള്ളൂ. യൂണിറ്റ് 4 GSMന്റെ കംപ്ലീറ്റ് ആർക്കിടെക്ചറും അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ദെൻ മെയിൻലി 4 കോമ്പണൻസ് ആണ് ഇതിലുള്ളത്. മൊബൈൽ സ്റ്റേഷൻ, ബേസ് സ്റ്റേഷൻ സിസ്റ്റം, നെറ്റ്വർക്ക് സ്വിച്ചിങ് സിസ്റ്റം, ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ടിംഗ് സിസ്റ്റം. ഈ മൊബൈൽ സ്റ്റേഷനിൽ നമുക്ക് എന്ത് പറയാം,
ദ യൂസർ മൊബൈൽ ഫോൺ ആണ് മൊബൈൽ സ്റ്റേഷൻ ആയിട്ട് പറയുന്നത്. ബേസ് സ്റ്റേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഡാറ്റ ബിറ്റ്വീൻ മൊബൈൽ ഫോൺസ് ആൻഡ് നെറ്റ്വർക്കും മൊബൈൽ ഫോൺസും തമ്മിൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ബേസ് സ്റ്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ NSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോർ നെറ്റ്വർക്കിനെയാണ്, അതായത് നെറ്റ്വർക്ക് സ്വിച്ചിങ് സിസ്റ്റം. നെറ്റ്വർക്ക് സ്വിച്ചിങ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ നെറ്റ്വർക്ക് ആണ്. ദെൻ മാനേജ് ഓൾ സ്വിച്ചിങ് ആൻഡ് ട്രാക്സ് യൂസർ ലൊക്കേഷൻസ് ട്രാക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് സ്വിച്ചിങ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് കോമ്പണന്റ് ആണ് ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് സിസ്റ്റം, യൂസ്ഡ് ഫോർ നെറ്റ്വർക്ക് മോണിറ്ററിംഗ്, കൺട്രോൾ ആൻഡ് മെയിൻ്റനൻസ്. നെറ്റ്വർക്ക് മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഓപ്പറേറ്റിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് സിസ്റ്റം. ഈ 4 കോമ്പണൻസ് ആണ് മെയിൻലി GSM നെറ്റ്വർക്കിൽ ഉള്ളത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? വേൾഡ് വൈഡ് റോമിങ് കിട്ടും അല്ലെ, നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ഇപ്പൊ പുറത്തുള്ള ഒരു രാജ്യത്തുള്ള ഒരാളായിട്ട് നമുക്ക് ഈസിലി വീഡിയോ കോൾ ഒക്കെ ചെയ്യാൻ അവൈലബിൾ ആവുന്നത് ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഇത് ഹൈ സെക്യൂരിറ്റി ആണ്. ദെൻ നല്ല വോയിസ് ക്ലാരിറ്റിയോട് കൂടിയല്ലേ നമ്മളിപ്പം പുറത്തുള്ള ഒരാളെ വീഡിയോ കോൾ ചെയ്യുന്നത്. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആവാനുള്ള റീസൺ ഈ GSM ടെക്നോളജി യൂസ് ചെയ്തത് കൊണ്ടാണ്. അതേപോലെ തന്നെ നമുക്ക് കോൾ ചെയ്യാൻ മാത്രമല്ല, SMS ചെയ്യാം, കോളർ ID ട്രാക്ക് ചെയ്യാം, കോൾ ഹോൾഡ് ചെയ്യാൻ പറ്റും, കോൾ ഫോർവേഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് GSM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് വേറൊരു ടെലിഫോൺ നെറ്റ്വർക്ക് സർവീസസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോമ്പാറ്റബിൾ ചെയ്യാനൊക്കെ ഈ GSM ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ യൂസർ ഷെയറിങ് സെയിം ബാൻഡ് വിഡ്ത്ത് ഒരു ബാൻഡ് വിഡ്ത്ത് കൺജഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ pulse transmission interface can affect electronic device like hearing buds, hence restrict in places such as hospitals and airports. അല്ലെ, അത് ഹോസ്പിറ്റല് അതേപോലത്തെ എയർപോർട്ട്സ് പോലത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ഇതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ദെൻ റിപ്പീറ്റേഴ്സ് ആർ റിക്വയർഡ് ടു ഇംപ്രൂവ് കവറേജസ് കിട്ടാൻ വേണ്ടി നമുക്ക് റിപ്പീറ്റേഴ്സിനെ യൂസ് ചെയ്യാം. ദെൻ മാക്സിമം കോൾ റേഞ്ച് ലിമിറ്റഡ് ടു 35 ആണ് വരുന്നത്. നോ end-to-end data transmission which affect data security. അപ്പോൾ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് നോ end-to-end data transmission എന്നാ പറയുന്നത്. അതായത് ഡാറ്റ മേ ബി ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഡിസ്അഡ്വാൻറ്റേജസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് നോക്കാം. നമ്മൾ എന്താണ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ഫീച്ചേഴ്സ്, അതേപോലെ മൾട്ടിപ്ലെക്സിങ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൾട്ടിപ്ലെക്സിങ് ആൻഡ് GSM, ഇത്രയും കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളത്. ഹോപ്പ് യു ആർ ക്ലിയർ. താങ്ക് യു.